പരിമളം പരിസര വ്യാപകം പൂവോൽ നമ്മളും സന്നിധി നിൽക്കണം. പൂവിന്റെ പരിമളം പരിസര വ്യാപകം പൂവോൽ നമ്മളും സന്നിധി നിൽക്കണം. പുണ്യത്തിൻ പൂക്കളം പരിമളം പൂരണം ബലിവേദി അലങ്കരിച്ചിടേണം. പുണ്യത്തിൻ പൂക്കളം പരിമളം പൂരണം ബലിവേദി അലങ്കരിച്ചിടേണം. ജീവിതം ബലിയാണെന്നോർമ്മ വേണം. സ്വയമൊരുക്കി അണിചേരൂ ജനമേ, ബലിയണയ്ക്കായി അണിചേരൂ. സ്വയമൊരുക്കി അണിചേരൂ ജനമേ, ബലിയണയ്ക്കായി അണിചേരൂ. മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, കർത്താവിൻ്റെ തിരുവത്താരയിലെ നാം കർത്താവ് നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പ്രകടിപ്പിക്കുവാനായി അണയുമ്പോൾ ദൈവം നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന നിരവധിയായ അനുഗ്രഹങ്ങളെ ഓർത്ത് നമുക്ക് തമ്പുരാന്റെ മുമ്പിൽ നന്ദിയോടെ വ്യാപരിക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാവരുടെയും പ്രത്യേകമായ നിയോഗങ്ങൾ തിരുവത്താരയിൽ സമർപ്പിക്കാം. ലോകം മുഴുവൻ്റെയും സുസ്ഥിതിക്കും ശാന്തിക്കുമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കൊറോണ രോഗത്താൽ ക്ലേശിക്കുന്ന എല്ലാവരെയും കർത്താവിൻ്റെ ധാരാളമായ കൃപാവരങ്ങളാൽ നിറയ്ക്കുവാനും ഈ രോഗബാധയെ നിയന്ത്രിക്കുന്നതിന് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ട് നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. നമ്മളുടെ ഇടവകളിൽ രോഗികളായിരിക്കുന്നവർ, പ്രത്യേകമായിട്ട് നമ്മളുടെ പ്രാർത്ഥനാ സഹായം അപേക്ഷിച്ചിട്ടുള്ള എല്ലാവരെയും നമുക്ക് ഓർക്കാം. നമുക്കൊന്ന് ചേർന്ന് സ്നേഹത്തിൻ്റെ ഈ ബലി അർപ്പിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സർവേശ്വരം സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വലോകത്തിൽ സർവേശ്വരം സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു
സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യരു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉന്നതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഞങ്ങളെ തൃക്കൺ പാർക്കണമേ. അങ്ങയുടെ പ്രിയപുത്രന്റെ രക്ഷാകര രഹസ്യങ്ങൾ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ വഴി തിരുസഭയിൽ തുടരുകയും മനുഷ്യവംശത്തിന് ശാന്തിയും സമാധാനവും നൽകുകയും ചെയ്യുന്നുവല്ലോ. ഈ ദൈവിക രഹസ്യങ്ങൾ പരികർമ്മം ചെയ്യുവാൻ ബലഹീനരായ ഞങ്ങളെ കാരുണ്യപൂർവ്വം യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ദൈവമെന്റെ രക്ഷകൻ, ദൈവമെന്റെ നായകൻ, ദൈവമെന്റെ ആശ്രയം, ദൈവമെന്റെ സർവവും. സൈന്യമെന്റെ വളഞ്ഞാലും വൈരികൾ പിന്തുടർന്നാലും ഭീതിയില്ലെനിക്കുതെല്ലും ദൈവമാണെൻ പാലകൻ. പ്രിയതമന്നേ വസതിയിൽ കഴിയുവാനെൻ മോഹം, മധുരമന്നേ മഹിമയിൽ പറയുവാനെൻ ദാഹം. കണ്ണിനങ്ങേ കതിരുകൾ കണ്ടു കണ്ടു മയങ്ങണം, കാതിനങ്ങേ കനിവഴും കഥകൾ കേട്ടു ലയിക്കണം. ദൈവമെന്റെ രക്ഷകൻ, ദൈവമെന്റെ നായകൻ, ദൈവമെന്റെ ആശ്രയം, ദൈവമെന്റെ സർവവും. ആമേൻ. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ പിതാവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന ആ സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ എല്ലാറ്റിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോ
പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവിനെ സ്തുത്യമായി നിങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശാ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങളിൽ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സുപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സുത്യർക്കനും ബലവാനും അമർത്തിനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. യെശയ്യായുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന 5-ാം അധ്യായം 8 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങൾ ഗുരു ആശീർവദിച്ചു. ദൈവം സഹോദരി അനുഗ്രഹിക്കട്ടെ. മറ്റാർക്കും വസിക്കാൻ ഇടം കിട്ടാത്ത വിധം വീടോട് വീട് ചേർത്ത് വയലോട് വയൽ ചേർത്ത് അതിന്റെ മധ്യത്തിൽ തനിച്ച് വസിക്കുന്നവർക്ക് ദുരിതം. സൈന്യങ്ങളുടെ കർത്താവ് ശബ്ദം ചെയ്യുന്നത് ഞാൻ കേട്ടു. അനേക മന്ദിരങ്ങൾ നിർജ്ജനമാകും. മനോഹരമായ മാളികൾ വസിക്കാൻ ആളില്ലാതെ ശൂന്യമായി കിടക്കും. 10 ഏക്കർ മുന്തിരിത്തോട്ടത്തിൽ നിന്ന് ഒരു ബത്ത് വീഞ്ഞും 1 ഹോമർ വീഞ്ഞിൽ നിന്ന് 1 എഫ ധാന്യവും മാത്രം വിളവ് ലഭിക്കും. ലഹരി പാനീയങ്ങളുടെ പിന്നാലെ ഓടാൻ വേണ്ടി അതിരാവിലെ ഉണരുകയും വീഞ്ഞു കുടിച്ച് മതിക്കാൻ വേണ്ടി ഉറങ്ങാതിരിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം. അവരുടെ ഉത്സവങ്ങളിൽ വീണയും കിന്നരവും തപ്പും കുഴലും വീണമേറിയ വീഞ്ഞുമുണ്ട്. എന്നാൽ അവർ കർത്താവിന്റെ പ്രവൃത്തികളെ കുറിച്ച് ചിന്തിക്കുകയോ അവിടുത്തെ കരവേലകളെ നോക്കുകയോ ചെയ്യുന്നില്ല. എന്റെ ജനം അജ്ഞത നിമിത്തം അടിമത്തത്തിലേക്ക് നീങ്ങുന്നു. അവരുടെ പ്രഭുക്കന്മാർ വിശപ്പുകൊണ്ട് മരിക്കുകയും അനേകർ ദാഹാർത്തരായി കഴിയുകയും ചെയ്യുന്നു. അതിനാൽ പാതാളത്തിന്റെ ആർത്തി വർദ്ധിപ്പിച്ചിരിക്കുന്നു. സീമാതീതമായി അത് വായ് പിളർന്നിരിക്കുന്നു. ജെറുസലേമിലെ കുലീലരും സാധാരണരും അവിടുത്തെ വലിയ ആൾക്കൂട്ടവും അവളിൽ അഭിമാനം കൊള്ളുന്നവരും അതിൽ പതിക്കുന്നു. മനുഷ്യന് തലകുനിക്കാൻ ഇടവന്നു. മർത്യർ അപമാനിതരായി, അഹങ്കാരികൾ ലജ്ഞിതരായി. സൈന്യങ്ങളുടെ കർത്താവ് നീതിയിൽ ഉണർന്നു നിൽക്കുന്നു. പരിശുദ്ധനായ ദൈവം നീതിനിഷ്ഠയിലൂടെ തന്റെ പരിശുദ്ധി വെളിപ്പെടുത്തുന്നു. അപ്പോൾ കുഞ്ഞാടുകൾ മേച്ചിൽപ്പുറങ്ങളിൽ എന്ന പോലെ അവിടെ മേഞ്ഞു നടക്കും. കൊഴുത്ത മൃഗങ്ങളും ആട്ടിൻകുട്ടികളും അവിടുത്തെ നഷ്ടാവശിഷ്ടങ്ങൾക്കിടയിൽ മേയും. നുണയുടെ കയറുകൊണ്ട് അകൃത്യത്തെ വലിച്ചിഴിക്കുന്നത് ദുരിതം. പാപത്തെ കയറിയിട്ട് വലിക്കുന്നവന് ദുരിതം. കർത്താവ് വേഗം തന്റെ പ്രവൃത്തി നിറവേറ്റട്ടെ. നമുക്ക് കാണാമല്ലോ, ഇസ്രായേലിന്റെ പരിശുദ്ധനായവന്റെ ലക്ഷ്യം ആസന്നമാകട്ടെ. അത് നമുക്ക് അറിയാമല്ലോ എന്ന് അവർ പറയുന്നു. തിന്മയെ നന്മയെന്നും നന്മയെ തിന്മയെന്നും വിളിക്കുന്നവന് ദുരിതം. പ്രകാശത്തെ അന്ധകാരമെന്നും അന്ധകാരത്തെ പ്രകാശമെന്നും ഗണിക്കുന്നവന് ദുരിതം. മധുരത്തെ കയ്പായും കയ്പിനെ മധുരമായും കരുതുന്നവന് ദുരിതം. നമ്മുടെ കർത്താവായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. A reading from Paul's second letter to Corinthians, chapter 16, verses 1 to 14. Bless me, Father. May Christ bless you.
Now concerning what you wrote about the money to be raised to help God's people in Judea, you must do what I told the churches to do. Every Sunday, each of you must put aside some money in proportion to what he has earned and save it up, so that there will be no need to collect money when I come. After I come, I shall give letters of introduction to the men you have approved and send them to take your gift to Jerusalem. If it seems worthwhile for me to go, then they can go along with me. I shall come to you after I have gone through Macedonia, for I have to go through Macedonia. I shall probably spend some time with you, perhaps the whole winter, and then you can help me to continue my journey. Wherever it is, I shall go next. I want to see you more than just briefly in passing. I hope to spend quite a long time with you, if the Lord allows. I will stay here in Ephesus until the day of Pentecost. There is a real opportunity here for great and worthwhile work, even though there are many opponents. If Timothy comes your way, be sure to make him feel welcome among you, because he is working for the Lord, just as I am. No one should look down on him, but you must help him to continue his journey in peace, so that he will come back to me, for I am expecting him back with brothers. Now, about brothers Apollos, I have often encouraged him to visit you with the other brothers, but he is not completely convinced that he should go at this time. When he gets a chance, however, he will go. Be alert, stand firm in the faith, be brave, be strong, do all your work in love. This is the word of the Lord. Thanks be to God. ഹല്ലേലൂയ പാടിടുന്നേ ഹല്ലേലൂയ 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 പാടിടുന്നേ ഹല്ലേലൂയ ഹല്ലേലൂയ നല്ലൊരാശയമെൻ മനതാരിൽ വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു രാജാവിൻ തിരുമുൻപിൽ കീർത്തന മധുവായി ഞാനതൊഴുക്കിടട്ടെ ഏറ്റമനുഗ്രഹപൂരിത കവിത തുല്ലിക പോരെന്നാവിപ്പോ താതനും അതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതിയുയരട്ടെ ആദിമുതൽക്കേ ഇന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ ആമേൻ ഹല്ലേലൂയ പാടിടുന്നേ ഹല്ലേലൂയ 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 പാടിടുന്നേ ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവ്വം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 13 തിരുവചനങ്ങൾ 22 മുതൽ. പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും പഠിപ്പിച്ചുകൊണ്ട് അവൻ ജെറുസലേമിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. ഒരുവൻ അവനോട് ചോദിച്ചു, കർത്താവേ, രക്ഷ പ്രാപിക്കുന്നവർ ചുരുക്കമാണോ? അവൻ അവരോട് പറഞ്ഞു, ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവാൻ പരിശ്രമിക്കുവേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, അനേകം പേർ പ്രവേശിക്കാൻ ശ്രമിക്കും, എന്നാൽ അവർക്ക് സാധിക്കുകയില്ല. വീട്ടുടമസ്ഥൻ എഴുന്നേറ്റ് വാതിലടച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പുറത്തുനിന്ന് കർത്താവേ, ഞങ്ങൾക്ക് തുറന്നു തരണമേ എന്ന് പറഞ്ഞ് വാതിൽക്കൽ മുട്ടാൻ തുടങ്ങും. അപ്പോൾ അവൻ നിങ്ങളോട് പറയും, നിങ്ങൾ എവിടെ നിന്നാണെന്ന് ഞാൻ അറിയുന്നില്ല. അപ്പോൾ നിങ്ങൾ പറയും, നിന്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ഞങ്ങളുടെ തെരുവുകളിൽ നീ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അവൻ പറയും, നിങ്ങൾ എവിടെ നിന്നാണെന്ന് ഞാൻ അറിയുന്നില്ല. അനീതി പ്രവർത്തിക്കുന്ന നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവേ. അബ്രാഹമും ഇസ്ഹാക്കും യാക്കോബും സകല പ്രവാചകന്മാരും ദൈവരാജ്യത്തിൽ ഇരിക്കുന്നതായും നിങ്ങൾ പുറന്തള്ളപ്പെടുന്നതായും കാണുമ്പോൾ നിങ്ങൾ വിലപിക്കുകയും പല്ലിറുമുകയും ചെയ്യും. കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും വടക്ക് നിന്നും തെക്ക് നിന്നും ജനങ്ങൾ വന്ന്
ദൈവരാജ്യത്തിൽ വിരുന്നിലിരിക്കും. അപ്പോൾ മുൻപന്മാരാകുന്ന പിൻപന്മാരും പിൻപന്മാരാകുന്ന മുൻപന്മാരും ഉണ്ടായിരിക്കും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മിശിഹായെ ഏറ്റവും സ്നേഹിക്കപ്പെട്ട മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കുഞ്ഞുമക്കളെ, ഇന്നത്തെ വിശുദ്ധ ഗ്രന്ഥ വായനകളെല്ലാം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം, നമ്മളുടെ ജീവിതത്തിൽ നീതിയോടെ വ്യാപരിക്കുമ്പോൾ ദൈവരാജ്യത്തിന്റെ വാതിലുകൾ നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടും. ഇന്നത്തെ സുവിശേഷ വായനയിലേക്ക് നാം കടന്നു വരുമ്പോൾ ഈശോ വളരെ സ്പെസിഫിക് ആയിട്ട് നമ്മളോട് പറയുകയാണ്, രക്ഷ പ്രാപിക്കുവാനായിട്ട് ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കവേ. ഇടുങ്ങിയ വാതിലിന്റെ ദൈവശാസ്ത്രം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഈശോ തന്നെ നമ്മളോട് ഒരു കാര്യം പറയുന്നുണ്ട്. ഇടുങ്ങിയ വാതിലുകൾ ഈശോ പറയുക ആടിന്റെ ആലയവുമായി ബന്ധപ്പെടുത്തിയാണ്. ഞാനാണ് വാതില്, എന്നിലൂടെ പ്രവേശിക്കുന്നവൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കും, എന്നിലൂടെ പ്രവേശിക്കാത്തവനെല്ലാം ചിതറിക്കപ്പെടും. അതാണ് ഈശോ നമുക്ക് പറയുക, നമ്മളോട് പറഞ്ഞു തരിക. ഇടുങ്ങിയ വാതിലിന്റെ പ്രത്യേകതയെ കുറിച്ച് ഈശോ പറയുവാനായിട്ടുള്ള സംഭവം, ജെറുസലേമിലേക്കുള്ള തന്റെ യാത്രാമധ്യേ ഒരു വ്യക്തി ഈശോയോട് ചോദിക്കുകയാണ്, രക്ഷ പ്രാപിക്കുന്നവര് ചുരുക്കമാണ്. ഈശോയുടെ ജെറുസലേമിലേക്കുള്ള യാത്ര ഈശോയുടെ ജീവിതത്തിന്റെ ലക്ഷ്യപ്രാപ്തിയിലേക്കുള്ള യാത്രയാണ്. ജെറുസലേമിൽ വെച്ച് അവൻ യഹൂദന്മാരുടെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ട് തന്റെ പിതാവ് തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നിർവഹിക്കുവാനായി ഉള്ള യാത്രാമതിയാണ് ഈ ചോദ്യം. ആരുടെ രക്ഷയ്ക്ക് വേണ്ടിയാണോ ഈശോ ജെറുസലേമിലേക്ക് യാത്ര ചെയ്യുന്നത് അത് തിരിച്ചറിയാതെ ഈ വ്യക്തി ചോദിക്കുകയാണ്. വളരെ കുറച്ചു പേര് മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ. എന്നാൽ ഈശോ ഇവിടെ ഉത്തരം പറയുന്നത് രക്ഷ അവൻ ചോദിച്ച ചോദ്യത്തിനല്ല, മറിച്ച് ഈശോ അവനോട് പറയുക ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവാനായിട്ട് പരിശ്രമിക്കാനാണ്. എന്താണ് ഇടുങ്ങിയ വാതില്? ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുക എന്ന് ഈശോ നമ്മളോട് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ കാര്യം, വിശാലമായ മനസാക്ഷിയുള്ളവർക്ക് മാത്രമേ ഈ ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. ഒരുപക്ഷെ ഇന്ത്യയുടെ ഗ്രാമങ്ങളിലേക്ക് നാം പോകുമ്പോൾ ഈ ഇടുങ്ങിയ വാതിലിന്റെ തത്വശാസ്ത്രവും ദൈവശാസ്ത്രവും എല്ലാം നമുക്ക് മനസ്സിലാകും. ഗ്രാമപ്രദേശങ്ങളിൽ നമ്മൾ ചെല്ലുമ്പോൾ അവരുടെ വീടുകൾക്ക് ചെറിയ വാതിലുകളാണ്. അത് പ്രത്യേകമായും ഈ ചൂട്, തണുപ്പ് എന്നുള്ള കാലാവസ്ഥ വ്യതിയാനങ്ങളെ അതിജീവിക്കുവാൻ വേണ്ടി ക്രമീകരിക്കപ്പെട്ടതാണ്. അതിലേക്ക് പ്രവേശിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ചില മനോഭാവങ്ങൾ ഈശോ ഇവിടെ നമ്മൾ നോക്കി ആവശ്യപ്പെടുകയാണ്. ഈ വാതിലിലൂടെ പ്രവേശിക്കണമെങ്കിൽ നമുക്ക് അല്പം താണു കൊടുക്കേണ്ടതായിട്ട് വരും, കുനിഞ്ഞു കൊടുക്കേണ്ടതായിട്ട് വരും, അല്പം തോറ്റു കൊടുക്കേണ്ടതായിട്ട് വരും, ശിരസ് നമിക്കേണ്ടതായിട്ട് വരുന്ന അവസ്ഥകൾ നമ്മളുടെ വ്യക്തി ജീവിതങ്ങളിലേക്ക് നാം തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ചെറുതുലാക്കലിന്റെ വലിയ മനഃശാസ്ത്രം, ദൈവശാസ്ത്രവും എല്ലാം നമുക്ക് കണ്ടെത്താൻ സാധിക്കുക ദിവ്യബലിയിലാണ്. നമ്മൾ മനോഹരമായിട്ട് പാടും, ഇത്ര ചെറുതാകുവാനായിട്ട് ഞാൻ എത്ര വലുതാകണം. നമ്മുടെ മനോഭാവങ്ങൾ വലുതായെങ്കിൽ മാത്രമേ ഈ വാതിലിലൂടെ പ്രവേശിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് ഈശോ നമുക്ക് പറഞ്ഞു തരികയാണ്. ദൈവപുത്രനായിരിക്കെ തന്നെ ചെറുതാക്കി ഓസ്തിരൂപനാകുവാൻ തക്ക വിധം അവിടുന്ന് ചെറുതാകുമ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിന്റെ അവസ്ഥകളിൽ എൻ്റെ വലിപ്പം അല്പം കുറയ്ക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അതിനുശേഷം നമ്മൾ വായിക്കുന്ന കാര്യങ്ങൾ നമുക്ക് എന്താണ് ഇതിന്റെ അർത്ഥമെന്ന് വ്യക്തമാക്കി തരുന്നുണ്ട്. ഒത്തിരിയേറെ പേര് ഇതിലൂടെ പ്രവേശിക്കാൻ ശ്രമിക്കുമെന്നാൽ സാധിക്കുകയില്ല. വാതില് അടച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വാതിൽക്കൽ വന്ന് മുട്ടും, കർത്താവെ ഞങ്ങൾക്ക് വാതില് തുറന്നു തരണമേ എന്ന് നിങ്ങൾ കേണപേക്ഷിക്കും. എന്നാൽ നിങ്ങൾക്ക് സാധിക്കുകയില്ല. ജീവിതത്തിന്റെ
ഒത്തിരിയേറെ അവസ്ഥകളിലൂടെ ഞങ്ങൾ നിന്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ അവന്റെ മുമ്പിൽ പരിചയപ്പെടുത്തുവാനായിട്ടുള്ള സംഭവങ്ങൾ നിങ്ങൾ അണിനിരത്തും. പക്ഷേ ദൈവം പറയും, ഞാൻ നിങ്ങളെ അറിയുകയില്ല. പലപ്പോഴും നമ്മളുടെ ബോംബെയിലേക്ക് സാഹചര്യത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ വീടിന്റെ, പ്രത്യേകിച്ച് നമ്മളുടെ കത്തോലിക്കരായിട്ടുള്ള മലയാളികളുടെയൊക്കെ വീടിന്റെ മുമ്പിൽ നമ്മളൊരു ചെറിയ ഒരു കുറിപ്പ് എഴുതി വെച്ചിട്ടുണ്ട്, ഈശോ ഈ വീടിന്റെ നാഥൻ. പലപ്പോഴും അത് നമ്മളുടെ മെയിൻ ഡോറിന്റെ ഫ്രണ്ടിലാണ്. എന്നാൽ വളരെ വിശാലമായ നമ്മളുടെ ഈ വാതിലുകളിൽ പലപ്പോഴും നമ്മൾ കുറ്റിയടയ്ക്കപ്പെടുന്നത് നമ്മൾ മറ്റുള്ളവർക്ക് ഫ്ലാറ്റിന്റെ അവസ്ഥയിൽ പ്രത്യേകിച്ച് നമ്മൾ കയറി കഴിഞ്ഞാൽ അന്നേരം അടയ്ക്കും. എന്നാലും പണ്ട് കാലത്തും അല്ലെങ്കിൽ ഗ്രാമങ്ങളിലേക്കൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ അവരുടെ ഫ്രണ്ട് റോഡ് പൊതുവെ തുറന്നാണ് കിടക്കുക. ആരെങ്കിലും ഒക്കെ വന്ന് ഈ ഡോറിന്റെ മുമ്പിൽ നിന്ന് എത്തി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അകത്തുനിന്ന് പറയും, ആരാ, എന്താ വേണ്ടേ. കാലങ്ങള്, സൗകര്യങ്ങള് ഒക്കെ നമ്മളുടെ ജീവിതത്തിൽ കൂടുതൽ വന്നു ഭവിച്ചപ്പോൾ നമ്മൾ വാതിലുകള് എല്ലാവർക്കുമായി കുട്ടിയടയ്ക്കപ്പെട്ടു. യേശു എന്ന് പറയുന്ന വാതിലുകൾ രണ്ട് തരത്തിലുള്ള, ഒന്ന് അടയ്ക്കപ്പെട്ട വാതില്, മറ്റൊന്ന് ഇടുങ്ങിയ വാതില്. ഈ ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവാനായിട്ട് നമ്മളുടെ കുടുംബത്തില് നമുക്ക് സാധിക്കുന്നുണ്ടോ? ഒത്തിരിയേറെ സ്നേഹത്തോടും അതിലേറെ വാത്സല്യത്തോടും ഒക്കെ ആരംഭിച്ച ദാമ്പത്യ ജീവിതത്തില് പലപ്പോഴും ഈ ചെറുതാകലിന്റെ വലിപ്പം മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒത്തിരിയേറെ അവസ്ഥകളുണ്ട്. ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്, സ്നേഹിച്ച് കല്യാണം കഴിച്ച പല ദമ്പതികളും വർഷങ്ങൾ കടന്നു പോകും തോറും അല്പം തൻ്റെ ഈഗോയെ ഒന്ന് ചെറുതാക്കാൻ സാധിക്കാത്തത് മൂലം വിവാഹമോചനത്തിന്റെ വക്കിലും വിവാഹമോചനത്തിലുമൊക്കെ എത്തിച്ചേർന്ന ഒത്തിരിയേറെ സംഭവങ്ങൾ. ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്ത ഒരു രസകരമായിട്ടുള്ള വാർത്തയുണ്ടായിരുന്നു. ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി അവന്റെ ഹെഡ് മാസ്റ്റർക്കും അതോടൊപ്പം തന്നെ ചൈൽഡ് വെൽഫെയർ കമ്മീഷനുമായിട്ട്, കുട്ടികളുടെ കമ്മീഷൻ, ചിൽഡ്രൻസ് കമ്മീഷൻ, അതിൽ ഒരു ലെറ്റർ അവൻ അയച്ചേൽപ്പിക്കുകയാണ്. അവന്റെ ലെറ്ററിന്റെ ഉള്ളടക്കം ഇതാണ്: എൻ്റെ അമ്മ എൻ്റെ വീട്ടിൽ നിന്ന് പോയിട്ട് ഇപ്പോൾ 6 മാസത്തിൽ കൂടുതലായി. എനിക്ക് എൻ്റെ അമ്മയുടെ കൂടെ ജീവിക്കണം, എൻ്റെ കുഞ്ഞാമ്മയുടെ കൂടെ കളിക്കണം. കഴിഞ്ഞ 6 മാസമായിട്ട് അത് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് പ്രധാന അധ്യാപകനും ചൈൽഡ് വെൽഫെയർ കമ്മീഷനും എല്ലാം ഇതിൽ ഇടപെട്ട് എനിക്ക് എൻ്റെ അമ്മയെയും എൻ്റെ കുഞ്ഞനുജനെയും എൻ്റെ ഈ വീട്ടിലേക്ക് കൊണ്ടുതരണം. പലപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ ഈ ഇടുങ്ങിയ വഴിയിലൂടെ കടക്കുവാനായിട്ടുള്ള നമ്മളുടെ ബുദ്ധിമുട്ടുകളാണ് ഇതേപോലെയുള്ള സംഭവങ്ങൾ നമ്മളുടെ സമൂഹത്തിൽ കൂടുവാനായിട്ടുള്ള കാരണം. കഴിഞ്ഞ ദിവസം വായിച്ച മനോഹരമായിട്ടുള്ള ഒരു സംഭവം ഓർക്കുകയും, സംഭവം ഇപ്രകാരമാണ്. രാവിലെ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുന്ന അപ്പനോട് അടുത്ത ടേബിളിൽ ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന കുട്ടി ചോദിക്കുകയാണ്, ഈ യുദ്ധങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? അപ്പോൾ അപ്പൻ ഉദാഹരണമായിട്ട് പറഞ്ഞു, ഉദാഹരണമായിട്ട് അമേരിക്കയും ബ്രിട്ടനും തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായി എന്ന് നീ കരുതുക. അങ്ങനെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ പബ്ലിക്കായിട്ട് അവർ ഓരോ സ്റ്റേറ്റ്മെന്റുകൾ ഇറങ്ങും. അത് വീണ്ടും കൂടുതൽ വഷളായി ഇത് കേട്ട മാത്രയിൽ കിച്ചണില് ജോലി ചെയ്തുകൊണ്ടിരുന്ന അമ്മ പറഞ്ഞു, അങ്ങനെ ഒരിക്കലും നടക്കുകയില്ല. അമേരിക്കയും ബ്രിട്ടനും തമ്മിൽ, ഇംഗ്ലണ്ടും തമ്മിൽ ഒരിക്കലും യുദ്ധം നടക്കുകയില്ല. അപ്പോൾ ഈ ഭർത്താവ് പറയുകയാണ്, അമേരിക്ക ഇംഗ്ലണ്ട് യുദ്ധം നടന്നെന്നല്ല ഞാൻ പറഞ്ഞത്, ഉദാഹരണമാണ് പറഞ്ഞത്. അപ്പോൾ ഈ അമ്മ വീണ്ടും പറയുകയാണ്, യാഥാർത്ഥ്യബോധമില്ലാത്ത ഉദാഹരണങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ തെറ്റായിട്ട് മനസ്സിലാക്കും. പതിയെ വാക്കുകള് വലിയ പോരാട്ടത്തിനുള്ള വലിയ വാക്കുകളായിട്ട് വന്നു. ചെറിയ തെറ്റിദ്ധാരണകള് വലിയ കലഹമായിട്ട് മാറുകയാണ്. ഇതിനിടയിൽ രണ്ടുപേരും ശക്തമായ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉപയോഗിക്കുന്നത് കേട്ടപ്പോൾ ഈ കുഞ്ഞ് അപ്പനോടും അമ്മയോടും നന്ദി പറഞ്ഞിട്ട് പറയുകയാണ്, എനിക്കിപ്പോഴും മനസ്സിലായി യുദ്ധം എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന്.
പലപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പിടിക്കുന്ന കൊമ്പുകൾ മുയലിന് ചിലപ്പോൾ 4 6 കൊമ്പൊക്കെ ഉണ്ട് എന്ന് സ്ഥാപിക്കാനായിട്ടുള്ള നമ്മളുടെ ജീവിതത്തിൻ്റെ വ്യഗ്രതകളിൽ നമുക്ക് നഷ്ടപ്പെടുക നമ്മളുടെ കുടുംബത്തിലെ സമാധാനവും നമ്മളെ സ്നേഹിക്കുന്ന ഓരോ വ്യക്തികളെയും ഒക്കെയാണ്. ഈശോയോട് ചോദിക്കുന്ന ലൂസിഫറോട് ഈശോ പറയുന്ന ഒരു ഉത്തരമുണ്ട്. നീ എന്തുകൊണ്ടാണ് എന്നേക്കാൾ ചെറിയ പാപം ചെയ്ത ഈ വ്യക്തിയെ സ്വർഗരാജ്യത്തിന് അവകാശിയാക്കിയത്? അപ്പോൾ ഈശോ പറയുന്ന മറുപടി, അവന് എന്നോട് മാപ്പ് ചോദിച്ചു. നീ എന്നോട് മാപ്പ് ചോദിച്ചാൽ നിന്നെയും ഞാൻ സ്വർഗരാജ്യത്തിന് അവകാശിയാക്കും. അപ്പോൾ ബെത്സേബോല് പറഞ്ഞു, അതൊരിക്കലും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് നീ പ്രതീക്ഷിക്കേണ്ട. നമ്മളുടെ വാതിലുകൾ കുട്ടിയടയ്ക്കപ്പെടുക, നമ്മളുടെ സ്വാർത്ഥതയാകുന്ന വലിയ ആനവാതിലുകളിൽ നമ്മൾ മറ്റുള്ളവർക്ക് അകത്ത് പ്രവേശിക്കുവാനായിട്ട് വാതിലുകൾ അടയ്ക്കപ്പെടുന്ന അവസ്ഥകളാണ്. ഈശോ ഇന്നത്തെ വചനത്തിൽ പറയുന്ന വാതിലുകൾ അടയ്ക്കപ്പെടുന്ന സംഭവം എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ ഞാനും നിങ്ങളുടെയും പ്രവൃത്തികളും വാക്കുകളും കൊണ്ട് മറ്റുള്ളവർക്ക് നന്മയുടെ അവസരങ്ങൾ നിഷേധിക്കുന്നതാണ്. സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ആയിട്ടുള്ള അവസ്ഥകൾ കുടുംബത്തിൽ നിഷേധിക്കപ്പെടുന്നതാണ്. ഇപ്പോൾ പത്രങ്ങളിലും മാധ്യമങ്ങളിലും എല്ലാം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണല്ലോ സ്വപ്ന സുരേഷിൻ്റെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കേസുകൾ. ഒരുപക്ഷെ നമുക്കിത് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് നമ്മളെല്ലാവരും കാണുന്നുണ്ട്. ഈ സ്വപ്ന സുരേഷിൻ്റെ അതേ മനോഭാവം തന്നെ നാം ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇഷ്ടംപോലെയുണ്ട്. നമ്മൾ സ്വപ്ന സുരേഷ് എന്താ ചെയ്ത് തൻ്റെ വരുമാനം കൂടുതലാക്കാൻ കഴിഞ്ഞ 2 വർഷത്തിൽ ഒത്തിരിയേറെ ഇരട്ടി സമ്പത്ത് അവള് സ്വരൂപിച്ചു എന്നാണ് പറയുക. നമ്മളുടെ ജീവിതത്തിൽ നമ്മുടെ പ്രത്യേകമായിട്ടുള്ള ആഗ്രഹം ഇതാണ്. സമ്പത്തുകൾ സ്വരുക്കൂട്ടാനായിട്ട് ഇടുങ്ങിയ വാതിലുകൾ പലപ്പോഴും തിരഞ്ഞെടുക്കാൻ നമുക്ക് സാധിക്കാതെ വരുന്നു. സ്വപ്ന സുരേഷ് ചെയ്തത് തൻ്റെ പരിചയവും തൻ്റെ സ്വാധീനവും തൻ്റെ അധികാരവും എല്ലാം ഉപയോഗിച്ച് തെറ്റായ മാർഗത്തിൽ വിശാലമായ വഴിയാണ് ആരും അറിയാന എന്നുള്ള വ്യാജേനെ സ്വർണ്ണ കടത്താനായിട്ട് ശ്രമിക്കുകയും പിടിക്കപ്പെടുകയും താൻ ഇതുവരെ എന്തിനു വേണ്ടിയാണോ ഇതെല്ലാം ചെയ്തത് അതെന്നേക്കുമായി നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നു. ഈ സ്വപ്ന സുരേഷിന്റെയൊക്കെ മനോഭാവം തന്നെയാണ് നമ്മളുടെ ഓരോരുത്തരുടെയും. നമ്മുടെ കുഞ്ഞുമക്കളെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം, നീ പഠിച്ച് അങ്ങ് വലിയ ആളായി മാറുമ്പോഴും നമ്മൾ പലപ്പോഴും അവർക്ക് ലഭിക്കേണ്ട മാർഗങ്ങൾ നീ ഇച്ചിരി കോപ്പി അടിച്ചു കഴിഞ്ഞാലും കുഴപ്പമില്ല, മാർക്ക് എങ്ങനെയെങ്കിലും കിട്ടിയാൽ മതി എന്നുള്ള ആ തെറ്റായിട്ടുള്ള മനോഭാവങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ കുട്ടികളെ വിശാലമായ പാതയിലൂടെ കൊണ്ടുപോകാനായിട്ട് നാം ശ്രമിക്കുകയാണ്. കുറ്റങ്ങളുണ്ടായെങ്കിലും അവരെ നേർവഴി കാണിച്ചു കൊടുക്കുവാൻ വേദനകൾ ഏറ്റെടുക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും ആ വഴിയെ നയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? അങ്ങനെ വരുമ്പോൾ ഈശോ നമ്മോട് പറയുക, നിങ്ങളുടെ ഈ സ്വഭാവത്തിന്റെ മനോഭാവത്തിലെ മാറ്റങ്ങൾ വരുന്നില്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന വലിയ അവജീവിതം തന്നെയാണ്. ഇടുങ്ങിയ വാതിലുകൾ കുട്ടിയടയ്ക്കപ്പെടുന്നവരായിട്ട് നമ്മൾ മാറും. പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നമ്മോട് പറയുന്നുണ്ട്, ദൈവരാജ്യത്തിൽ വിരുന്നിലിരിക്കുന്നവരെ നിങ്ങൾ പ്രതീക്ഷിക്കാത്തവരാണ്. കാരണം വളരെ കുറച്ച് പേര് മാത്രമേ ജീവിതത്തിൻ്റെ ഞെരുക്കങ്ങളിലൂടെയും വിശ്വാസത്തെയും വിശ്വാസ മൂല്യങ്ങളെയും മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയുള്ളൂ. പ്രത്യേകമായി നമുക്ക് പ്രാർത്ഥിക്കാം. ഇടുങ്ങിയ വാതിലുകൾ നമ്മളുടെ ജീവിതത്തിൽ ദൈവം തരുന്ന അവസരങ്ങളാണ്. ദൈവാനുഭവം അനുഭവിച്ചറിഞ്ഞ് നമ്മളുടെ ജീവിതങ്ങളെ കൂടുതൽ മുന്നോട്ട് നയിക്കുവാനായി ദൈവം ഒരുക്കുന്ന ഈ അവസരങ്ങൾ തിരിച്ചറിഞ്ഞ് അതിലൂടെ ചലിക്കുവാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. അതിനായിട്ടുള്ള നമ്മളുടെ എല്ലാ പ്രവർത്തനങ്ങളും സർവശക്തനായ ദൈവം വിജയത്തിലെത്തിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷവും ഉത്സാഹത്തോടെ കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. കാരുണ്യവാനായ പിതാവേ, ആശ്വാസദായകനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ഞങ്ങളുടെ രക്ഷകനും പരിപാലകനും സകലത്തിന്റെയും രാജാവുമായ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. സമസ്ത ലോകത്തിന്റെയും സകല സഭകളുടെയും സമാധാനവും ഐക്യത്തിനും നിലനിൽപ്പിനും വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ഞങ്ങളുടെ രാജ്യത്തിനും മറ്റു രാജ്യങ്ങൾക്കും അവരെ വസിക്കുന്ന വിശ്വാസികൾക്കും വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. അനുകൂലമായ കാലാവസ്ഥയും സമൃദ്ധമായ വിളകൾക്കും സുഭിക്ഷമായ വത്സരത്തിനും ലോകം മുഴുവൻ മനുഷ്യത്തിനു വേണ്ടി അവിടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. വിശാല സഭയുടെയും തലവനായ പ്രൊഫഷണൽ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായുടെയും മേലച്ഛനായ മാർ ജോർജ് മെത്രാപ്പൊലീത്തയുടെയും മാർ തോമസ് മെത്രാന്റെയും അവരുടെ സഹശിഷ്യരുടെയും ക്ഷേമത്തിനു വേണ്ടിയും അവിടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിന് നൽകിയ സുവിശേഷ ചൈതന്യം കൊണ്ട് സ്നേഹന്മാർ നിറച്ച കർത്താവേ, ഈ ദിവ്യാത്മാവിന്റെ ദാനങ്ങൾ ഞങ്ങളുടെ സമൂഹത്തിലും വർഷിക്കണമേ. ഞങ്ങളെല്ലാവരും മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കുന്ന പ്രേക്ഷിതരാകട്ടെ. പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ഞങ്ങൾ വളരുകയും അവിടുത്തെ അനുയായികൾക്ക് യോഗ്യമായ വിധം വ്യാപരിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. Yaakov
സമർപ്പിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കും ഗുണാധിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ സത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ ഇറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും ശ്രീവായിൽ തറക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സത്യത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈകവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനായി ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവത്തിന്റെ സ്തുതികൾ ആലപിക്കുവാൻ സഹോദരനെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. പാദസ്വന്മാരും മിത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും വിശാല സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും പ്രതിവിശ്വയുടെ മരിച്ച് ഈ ലോകം വേർപെട്ടു പോയ എല്ലാവരും സ്മരിക്കുകയും വിശാലി കൃപയാൽ ഇവർ നമുക്ക് സ്വതന്ത്രശിക്കും സ്വതന്ത്രം കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ എന്റെ സഹോദരരെ. ഈ കുർബാനയുടെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അഭിഷേകം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, എപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരെ, വിശാല സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുകയും നമുക്കെല്ലാവർക്കും അനന്തരൂടെ കത്താൻ നന്ദി പറയുകയും അവിടുത്തെ കുറിച്ച് അപേക്ഷിക്കുകയും ചെയ്യാം. കാതപുറത്ത് നിന്ന് കൂടുന്നവയെ വീക്ഷിക്കുകയും ഭയഭക്തമായ രഹസ്യങ്ങൾ പുലർച്ച ചെയ്യപ്പെടുന്നു. പുരോഹിതന്റെ മാസം വഴി സമാധാനം സമൃദ്ധമാകുന്ന വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കരങ്ങൾ താഴ്ത്തി വിതരണത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകദേശം ഭക്തോടും കൂടെ ഞങ്ങളുടെ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോട് കൂടെ. കൃപയും ദൈവപിതാവിൻ സ്നേഹമതും സഹവാസഭൂമി നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരട്ടെ ഹൃദയവികാരവിചാരങ്ങൾ ഉയരങ്ങൾ
സമാധാനം നമ്മോട് കൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരൻ അങ്ങയുടെ മാത്രമേ ത്രൈത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ തരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കൃപയോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമേന്മാരും രൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും രൂപികളുമായി ക്രൗവേന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു, സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ, ബലവാനീശൻ പരിശുദ്ധൻ, മണ്ണും വിണ്ണും നിറയുന്നു. മന്നവനവനുടെ മഹിമകളാൽ ഉന്നത വീഥിയിലോശാന, ദാവീദിൻ സുതനോശാന. കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവാൻ വീണ്ടും വരുവോനും ധന്യൻ. ഉന്നത വീഥിയിലോശാന, ഹോശാന. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോട് കൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സ്തുതിയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള മധ്യമായ ആത്മാവോടും മധ്യമായ ശരീരത്തോടും കൂടി പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവേ,
പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ മക്കളിലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസ്യമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങളുടെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ദാസൻ നിന്റെ തിരുസന്നതിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അനുവദിച്ചുപോയി ഞങ്ങളെ സമർപ്പിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശദീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതി നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സുഖായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങൾ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായി റോമിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ രൂപതാധ്യക്ഷനും പിതാവുമായ മാർ തോമസ് മെത്രാന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, സമർപ്പിതന്മാരായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലേഖന്മാരുടെയും രക്തസാക്ഷികളുടെയും മന്നകളുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നദ്ധിയിൽ പ്രീതിജനകമായ കൃതമർപ്പിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ദൈവജനത്തിനു വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥനാ സഹായം വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ളവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുവാൻ ആരുമില്ലാത്തവർക്ക് വേണ്ടിയും ഞങ്ങളെ പ്രവേൽപ്പിച്ചിരിക്കുന്ന രണ്ടിടവകയിലെ ഓരോ കുടുംബങ്ങൾക്ക് വേണ്ടിയും കൊറോണ വൈറസിന്റെ വ്യാപനം തടയുന്നതിനാവശ്യമായ എല്ലാ കൃപാവരങ്ങൾക്ക് വേണ്ടിയും ലോകത്തിൽ സമാധാനവും ശാന്തിയും നിലനിൽക്കുന്നതിന് വേണ്ടിയും പലതരത്തിലുള്ള മാനസികമായ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും പ്രത്യേകമായ നിയോഗങ്ങൾക്ക് വേണ്ടിയും അയോഗ്യനും ബലഹീനനും പാപിയുമായി എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നമ്മുടെ വിശുദ്ധമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു.
ഈ ഓർമ്മയാചരണത്തിന്റെ മാതാവായ കന്യാമറിയത്തിന്റെയും അങ്ങയുടെ ദൃശ്യതയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവനസ്മരണ അങ്ങയുടെ മുൻപേ സമൃദ്ധമായ കൃപയാൽ സഞ്ചാരമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയെ സമാധാനം ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോമിശിഹായി അയച്ചുവെന്നും വാചകളെല്ലാവരും അറിയട്ടെ. കർത്താവേളികരും ബലഹീനരും ക്ലേശിതരുമായ ദാസരും അങ്ങ് നൽകിയ മാതൃപരമ്പരാഗതമായി സ്വീകരിച്ച അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങൾ നാഥനും രക്ഷകനുമായ ഈശോമിശിഹായുടെ പിതാവിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ദാനത്തിന്റെയും മഹനീയവും വൈവക്തിയനകവും പരിശുദ്ധവും ചെയ്തതായവും ദിവ്യവും ആരോഗ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി കാട്ടുപുരം പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാക്കവുമായ രക്ഷാപദ്ധതിയെ കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അപേക്ഷത്തിന്റെ മൂല്യരക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തിൽ നാഥനാ ഞങ്ങളർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങൾ എന്നുമേ എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്തവിധമെന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാദ്രിയതനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുതിലകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ ഈശോമിശിഹായ നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രതിതാ പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോകൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ, സ്വർഗ്ഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമപ്പം ഞാൻ, സ്നേഹമോടെന്നെ കൈക്കൊള്ളുവോ എന്നിൽ നിത്യം ജീവിക്കും, നേടുമവൻ സ്വർഗം നിശ്ചയമാ. നമ്മുടെ കർത്താവേ ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ
രക്ഷകന്റെ അമൂല്യമായ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഉദ്ധാരണം സമീപിക്കാം. അനാവുന്ന വാർണസ്ഥാനത്തോടെ അവരെ പിന്തിരിഞ്ഞുകൊണ്ടും അവളെ കുറിച്ച് പ്രസ്താവിച്ചുകൊണ്ടും തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സദനീയനായ ദൈവത്തോട് കൃപയും പാമോചനം യാചിക്കുകയും ചെയ്യാം. പീഡനങ്ങളും കലങ്ങളും പിടിഞ്ഞ് മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. ശുദ്ധത്തിലും വിദേശിലും നിന്ന് ആത്മാക്കളെ വ്യക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഭാഗ്യത്തോടും കൂടെ ദിവസങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, രക്ഷകരുടെ ഉറപ്പിനും ആത്മരക്ഷയ്ക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, ഞങ്ങളുടെ ഇടയിൽ നിന്റെ സമാധാനം, ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകൾ നിന്റെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ നിങ്ങൾ പുതിയ വീണകളാക്കുകയും ചൊലിക്കുന്ന നിറങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രം ആലപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുറിച്ച് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുമെന്ന് ഉപദേശിച്ചുകൊണ്ട് ഈ ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്നിൽ നിന്ന് ലഭിച്ച മനോവിശ്വാസത്തോടെ ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേടപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ക്ഷണത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിതത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിൽ അവിടുത്തെ സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന നമ്മുടെ കർത്താവേ, ഈശോമിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാക്കപ്പെടട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവത്താൽ സുദീർഘവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ ഈ രചനയെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, പാപികളും ബലഹീനരുമായ ഞങ്ങളെ അങ്ങ്
അങ്ങയുടെ ദിവ്യദാനങ്ങൾ നൽകി അനുഗ്രഹിച്ചതിന് ഞങ്ങൾ നന്ദി പറയുന്നു. മിശിഹായുടെ കുരിശിലെ ബലിവഴിയെ ഞങ്ങളുടെ പാപങ്ങളെല്ലാം പുറത്ത് ദൈവരാജ്യത്തിന് അങ്ങ് ഞങ്ങളെ അർഹരാക്കി. അങ്ങയുടെ അനന്തമായ സ്നേഹത്തിന് നിരന്തരം കൃതജ്ഞത അർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ മിശിഹായി നിന്റെ ശരീരവും രക്തവും നൽകിക്കൊണ്ട് സ്വർഗീയ ജീവിതത്തിന് നീ ഞങ്ങളെ അർഹരാക്കി. വിചാരത്താലും വചനത്താലും പ്രവൃത്തിയാലും വിശദീകരിക്കപ്പെട്ട് സ്വർഗത്തിൽ നിത്യമഹത്വം അനുഭവിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സ്വർഗവാസികളോടും ഭൂവാസികളോടും ചേർന്ന് ഈ അനന്തദാനത്തിന് നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ദൈവം നമ്മെ വിളിച്ചല്ലോ അക്ഷയ സൗഭഗമായിടുവാൻ. ദൈവം നമ്മെ നയിച്ചല്ലോ. എന്റെ ശരീരം ഭക്ഷിക്കും, എന്റെ പാനം ചെയ്യും. മാനവനിൽ നിവസിക്കും, അവനിൽ ഞാനും നിശ്ചയമാ. വിധിയിൽ വീഴാതവനെ ഞാൻ അന്തിമ ദിവസമുയർപ്പിക്കും. നിത്യായുസ്സവനേക്കും ഞാൻ ഏവം നാഥനരുൾ ചെയ്തു. അരുളിയ പോലെ നീ പങ്കാളികളാമകിലർക്കും ദൈവം കനിവാർന്നരുളട്ടെ. ദിവ്യാനുഗ്രഹമെന്നും നമ്മുടെ ജീവിതപാതകളിൽ ആവശ്യകമാനങ്ങൾ നൽകിയാനുഗ്രഹമരുളട്ടെ. ദൈവം കരുണയോടെ നിന്നും ജീവൻ നൽകും ദൈവികമാ ശുദ്ധിയേഴും രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാ മകിലരിലും ദൈവം വരനിര ചൊരിയട്ടെ. കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശദീകരണത്തിന്റെ സ്വസ്തി. ഇനി ഒരു ബലിയർപ്പിക്കുവാൻ ഞാൻ
ഈശോ മിശിഹായ്ക്ക് സ്തുതി.